നമസ്കാരം. ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യ നടത്തിയ സുപ്രധാനമായ ഒരു ഇടപെടലിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ അടുത്തിടെയുണ്ടായ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി അംബാസിഡർ പി ഹരീഷ് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വെറുമൊരു അപലപിക്കൽ എന്നതിലുപരി അയൽരാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിന് കൃത്യമായി തുറന്നു കാട്ടുന്നതായിരുന്നു ഇന്ത്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഇസ്ലാമിക ഐക്യദാർഢ്യത്തെയും കുറിച്ച് വാചാലരാവുകയും അതേസമയം തന്നെ വിശുദ്ധമായ റമദാൻ മാസത്തിൽ യാതൊരു ദയയുമില്ലാതെ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തികഞ്ഞ കാപട്യമാണ്. ഇവിടെ ഇന്ത്യ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ നടപടികളിലേക്കാണ്. അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ കയറി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ സമാധാന ശ്രമങ്ങളെ എങ്ങനെ തകർക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. റമദാൻ മാസത്തിന്റെ പവിത്രത പോലും കണക്കിലെടുക്കാതെ നടത്തിയ ഈ ആക്രമണം പ്രകടമായ ഇരട്ടത്താപ്പാണെന്ന് ഇന്ത്യ ആഞ്ഞടിച്ചു. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കപ്പെടണമെന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും നിലപാടാണ്. ഒരു വശത്ത് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് അതേ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാർക്ക് നേരെ ബോംബുകൾ വർഷിക്കുകയും ചെയ്യുന്നത് ലോകത്തിന് അംഗീകരിക്കാനാവില്ല. അഫ്ഗാനിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളിൽ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട്. ഭീകരവാദം ഒരു ഭീഷണിയായിരിക്കെ തന്നെ അതിന്റെ പേരിൽ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി ലംഘിക്കുന്നതും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുന്നതും അംഗീകരിക്കാനാവില്ലെന്ന് അംബാസഡർ ഹരീഷ് വ്യക്തമാക്കി. ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യ രണ്ട് കാര്യങ്ങളാണ് ലോകത്തോട് പറയുന്നത്. ഒന്ന്, ഭീകരവാദത്തിനെതിരായ പോരാട്ടം നിയമപരമായിരിക്കണം. രണ്ട്, മതപരമായ വികാരങ്ങളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പൊള്ളത്തരം ലോകം തിരിച്ചറിയണം. സമാധാനത്തിന്റെ പാതയിലൂടെ മാത്രമേ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂവെന്ന് ഇന്ത്യ ആവർത്തിച്ചു. ചുരുക്കത്തിൽ, അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്ന നീതിപൂർവമായ ഒരു അന്താരാഷ്ട്ര ക്രമം ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നീക്കമാണിത്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.